കലോത്സവങ്ങൾ എപ്പോഴും കലയുടെയും ഓർമ്മയുടെയും വിദ്യാലയങ്ങളുടെയും മാത്രമല്ല, അത് ചില മുഖങ്ങളുടെയും ഓർമ്മപ്പെടുത്തലാണ്. കലോത്സവ വേദികളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ ഒരുപാട് കഥകൾ മുൻപ് വന്നിട്ടുണ്ട്. അതിലൊന്നൊക്കെ തന്നെയും വ്യത്യസ്തമാർന്ന എല്ലാവരും ഓർത്തിരിക്കുന്ന കഥയുമായി എത്തിയിരിക്കുകയാണ് തമിഴ് ഭാഷയിൽ പ്രസംഗിച്ച് എ ഗ്രേഡുമായി മടങ്ങിയിരിക്കുന്ന പാലക്കാടുകാരിയുടെ വാർത്തകൾ. ചിറ്റൂർ GVHSലെ അക്ഷയ എന്ന 10ാം ക്ലാസ്സുകാരിയാണ് ഈ മിട്ടുമിട്ടുക്കിയായ പെൺകുട്ടി. തന്റെ മരിച്ചുപോയ അച്ഛന്റെ ഓർമ്മയ്ക്കായി അച്ഛൻ ഏറെ ഇഷ്ടമായിരുന്ന തമിഴ് ഭാഷയിൽ തന്നെ താൻ പ്രസംഗിക്കുമെന്ന് ഉറപ്പിച്ചിരുന്നു. നിനക്കത് പറ്റില്ല, അതിൽ സമ്മാനം നേടാൻ പ്രയാസമാണ്, ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് പേർ തളർത്താൻ എത്തിയെങ്കിലും അവളുടെ അച്ഛന് വേണ്ടി അവൾ അത് ചെയ്തിരിക്കുമെന്ന് വാശി പിടിച്ചു. അതെ, അവസാനം അവൾ അത് ചെയ്യുകയും ചെയ്തു. അവളുടെ അച്ഛനു വേണ്ടി, അവളുടെ പ്രിയപ്പെട്ടവന് വേണ്ടി അത് അവൾ ചെയ്തെടുത്തു. അവസാനം എ ഗ്രേഡും വാങ്ങി. അക്ഷയയുടെ അമ്മ പാലക്കാടുകാരിയും അച്ഛൻ തമിഴ്നാട് സ്വദേശിയുമാണ്. വളരെ ചെറുതിലെ തന്നെ അതുകൊണ്ട് തമിഴിനോടും തമിഴ്നാടിനോടുമുള്ള പ്രീതി അവൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അച്ഛനോടുള്ള സ്നേഹവും ആദരവുമായിട്ടാണ് അച്ഛന്റെ ഭാഷ അവൾ ഏറ്റെടുത്തത്. സമ്മാനം വാങ്ങുമോ എന്നൊന്നും ഉറപ്പില്ല, പക്ഷേ അച്ഛന്റെ ഭാഷയിൽ പ്രസംഗിക്കുമ്പോൾ അച്ഛന്റെ വാക്ക് ഞാൻ കേൾക്കുന്നത് പോലെ എനിക്ക് തോന്നുമെന്നാണ് അക്ഷയ പറയുന്നത്. 8 വർഷം മുൻപാണ് അക്ഷയയുടെ അച്ഛൻ മരിച്ചത്. അച്ഛന്റെ ഭാഷ നെഞ്ചോട് ചേർത്ത് അതേ നാട്ടിൽ അക്ഷയ തമിഴ് വിദ്യാഭ്യാസം തുടർന്നുപോയി. അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള ഭാഷയാണ്, അച്ഛനെ അച്ഛനാക്കിയ ഭാഷയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ അച്ഛനോടുള്ള ഇഷ്ടമായി ആ ഭാഷ കൈവിടാതെ അവൾ കൊണ്ടു നടന്നതെന്ന് പറയാം. എന്നാൽ സാഹചര്യങ്ങൾ പ്രതികൂലമായതോടെ 2 വർഷം മുൻപ് അമ്മ വീടായ കല്ലൻതോടിലേക്ക് താമസം മാറേണ്ടി വന്നു ഇവർക്ക്. ചിറ്റൂർ സ്കൂളിലെ അധ്യാപകരാണ് അക്ഷയയിലെ കലയെ കണ്ടുപിടിച്ചത്. അത് ഇന്ന് സംസ്ഥാന കലോത്സവ വേദി വരെ എത്തി നിൽക്കുന്നു എന്ന് വേണം പറയാൻ. കലോത്സവ വേദിയിൽ തന്റെ പ്രസംഗം കാണാൻ അമ്മയ്ക്ക് വരാനാകാത്തതിൽ വലിയ നിരാശയുണ്ട് അവൾക്ക്. തന്റെ ഈ ഒരു പ്രസംഗം കാണാൻ തന്റെ അച്ഛനോ ഇല്ല. അച്ഛൻ മുകളിലിരുന്ന് അതെല്ലാം കേട്ട് ആസ്വദിക്കുന്നുണ്ടായിരിക്കും മകളെ എന്നാണ് അമ്മ അവസാന ഫോൺ കോളിൽ തന്നെ പറഞ്ഞത്. അമ്മയ്ക്ക് പണിക്ക് പോണം, 5 പേരാണ് വീട്ടിലുള്ളത്. അമ്മ പണിക്ക് പോയില്ലെങ്കിൽ ഒന്നും ശരിയാകില്ല, അക്ഷയ പറയുന്നു. വലുതാകുമ്പോൾ എന്താകണമെന്ന ചോദ്യത്തിന് അക്ഷയ്ക്ക് മറുപടിയുണ്ട്. ഡോക്ടറാകണം, അമ്മയെ നന്നായി നോക്കണം. കഷ്ടപ്പാടുകളെല്ലാം ഉള്ളിലൊതുക്കി വാക്കുകൾ കൊണ്ട് അമ്മാനമാടുകയായിരുന്നു അവൾ വേദിയിൽ. അക്ഷയ്ക്ക് മുന്നിൽ വിദ്യാഭ്യാസമാണ് പ്രതീക്ഷ. അവളുടെ 104 ചെസ് നമ്പർ നെഞ്ചത്തേക്ക് കുത്തിയപ്പോൾ തന്നെ ആത്മവിശ്വാസം ഉണരുന്നത് കാണാം. കൈകളും വിരലുകൾ പോലും സംസാരിച്ചു. അവൾ പറയേണ്ട കോൺഫിഡൻസ് എല്ലാം മുഖത്തും കൈകളിലും ഉണ്ടായിരുന്നു. അവൾ എന്തുമാത്രമാണ് ആ ഭാഷയെ സ്നേഹിക്കുന്നതെന്നും ആ ഭാഷ അവൾ ഉപയോഗിക്കുന്നതെന്നും അതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. പ്രസംഗിക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടായിരിക്കാം. തന്റെ മാതൃഭാഷയെ അല്ലെങ്കിൽ താൻ പഠിക്കുന്ന തന്റെ ചുറ്റുപാടുമുള്ള ഭാഷയേക്കാൾ അതീതമായി മറ്റൊരു ഭാഷയിൽ അത് വളരെയധികം നിസ്സാരമായി പറയുന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. കലോത്സവ വേദിയിൽ ഇത്തരത്തിൽ ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നലെ മരിച്ചുപോയ അച്ഛനു വേണ്ടി അച്ഛന്റെ ഭാഷ മുറുകെ പിടിച്ച് മകൾ അക്ഷയ 10ാം ക്ലാസ് വിജയവും നേടി മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് കലോത്സവ വേദിയിൽ നിന്ന് എ ഗ്രേഡ് വാങ്ങിയപ്പോൾ എല്ലാവരും ആശംസിച്ചത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.